കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന ഗ്രാമത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊപ്പമുള്ള യാത്ര അല്ലെങ്കിലും ഒരു പ്രത്യേകത തന്നെയാണ്. ആൾക്കൊന്നിന് 100 രൂപ വെച്ച് നമ്മുടെ തോണിക്കാരൻ രാജു ചേട്ടൻ തോണി തുഴയാമെന്ന് സമ്മതിച്ചു. ഇതപ്പോൾ ഇങ്ങനെ നട്ടുവെച്ചാണോ അത് തന്നെ എടുക്കുന്നത് അല്ലേ? ജൂലൈ മാസം വരെ ഇതൊരു വലിയ പാടശേഖരമായിരുന്നു എന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. എന്നാൽ ശരിക്കും ഇതൊരു പാടശേഖരം തന്നെയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് വെള്ളം കയറ്റി 1 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആമ്പൽപ്പൂവിൻ്റെ വസന്തം വിരിയുകയായി. ആമ്പൽപ്പൂവിൻ്റെ വസന്തം കാണുവാനായി നമ്മൾ വൈകുന്നേരമാണ് മലരിക്കലെത്തിയതെങ്കിലും ഇവിടെ എത്തേണ്ടത് പകലാണെന്ന് നമ്മുടെ ബോട്ട് തുഴയുന്ന ചേട്ടൻ രാജു ചേട്ടൻ നമുക്ക് പറഞ്ഞു. ഏത് സീസണിൽ വന്നാലും മലരിക്കലെ വില്ലേജ് ടൂറിസം സഞ്ചാരികളെ പ്രത്യേകം ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെല്ല് വിതയ്ക്കുന്ന മാസങ്ങളിൽ നെൽപ്പാടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളും വിളഞ്ഞു കഴിയുമ്പോഴുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള നെൽപ്പാടവും അതിനുശേഷമുള്ള നെൽപ്പാടവും പിന്നീട് ആമ്പൽ വസന്തവും അങ്ങനെ പല സീസണുകളിലായി നമുക്ക് ഈ മലരിക്കൽ വില്ലേജ് ടൂറിസം സഞ്ചാരികളെ എല്ലാ കാലത്തേക്കും ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് രാജു ചേട്ടൻ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കുറച്ചും ആമ്പൽപ്പൂക്കൾ പറിച്ച് അതിനെ വിരിയിച്ച് തരികയാണ് ഉണ്ടായത്. എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് ആമ്പൽപ്പൂക്കൾ പറിക്കുവാനായിട്ട് ഇവിടെ സമ്മതിക്കുകയില്ല. പകരം ഇവർ ഒരു പ്രത്യേക സെഷനുണ്ട്. ആമ്പൽപ്പൂക്കൾ പറിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു സെഷൻ ഇവർ അവിടെ നിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് പറിച്ച് കയ്യിൽ തരികയും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് എല്ലാവർക്കും കാണാനായിട്ടുള്ള ആമ്പൽപ്പൂക്കളും അവിടെ തന്നെ ഒരു പ്രത്യേക സെക്ഷൻ ആയിട്ട് ഇവർ നിർത്തിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം, മലരിക്കൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത്. കോട്ടയം ടൗണിൽ നിന്നും 7 കിലോമീറ്റർ കുമരകം റോഡിൽ സഞ്ചരിച്ചാൽ മലരിക്കൽ എന്നൊരു ബോർഡ് കാണാം. അവിടെ നിന്ന് വീണ്ടും ഏകദേശം 3 കിലോമീറ്ററൂടെ ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മലരിക്കൽ വില്ലേജ് ടൂറിസത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കോവിഡിന് ശേഷമാണ് മലരിക്കൽ വില്ലേജ് ടൂറിസം ഇത്രയേറെ പ്രശസ്തി ആർജിച്ചത്. നമ്മുടെ പാലായെ തട്ടി ഒഴുകുന്ന മീനച്ചിലാറ് മലരിക്കലെ വില്ലേജിലേക്കാണ് വന്നൊഴുകി എത്തുന്നത് എന്നും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. മലരിക്കലെ ആമ്പലുകളുടെ ദൃശ്യവിസ്മയം കാണണമെങ്കിൽ യഥാർത്ഥ ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ്. നമ്മൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് ആ ഈവനിങ് വൈബ് മാത്രമാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയത്. കൂടുതലായും ആമ്പൽപ്പൂക്കൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് കിട്ടിയിട്ടില്ല. നാടൻ ഭക്ഷണം കഴിക്കാനും ഇവിടം ഒരു ഐഡിയൽ പ്ലേസ് തന്നെയാണ്. ഡക്ക് റോസ്റ്റും അതുപോലെ പുഴമീനും കായൽ മീനുകളും ഒക്കെ ആയിട്ട് ഇവിടുത്തെ വളരെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് മലരിക്കലെ ഈ വില്ലേജ് ടൂറിസം. മലരിക്കലെ ആമ്പൽപ്പൂ വസന്തം നമുക്ക് മൊത്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ മനോഹരമായൊരു സൂര്യാസ്തമയം നമുക്ക് കാണാനായിട്ട് ഇവിടെ കഴിഞ്ഞു. ഒരുപാട് മനോഹര ദൃശ്യങ്ങളും ഒരുപിടി നല്ല ഓർമ്മകളുമായി ഞങ്ങളിവിടെ നിന്ന് ഏകദേശം 7 മണിയായപ്പോഴേക്കും തിരികെ യാത്രയാവുകയായിരുന്നു.